രാഹുൽ ദ്രാവിഡ് എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെ മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളാണ്. ടെസ്റ്റും ഏകദിന ഫോർമാറ്റും എന്നിങ്ങനെ ദ്രാവിഡ് ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐക്കൺ താരങ്ങളിൽ ഒരാളായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, വിവിഎസ് ലക്ഷ്മൺ എന്നിങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഹീറോ തന്നെയായിരുന്നു രാഹുൽ ദ്രാവിഡ്. മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ശേഷം കോച്ചായും ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ രാഹുൽ ദ്രാവിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് അണ്ടർ-19 താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ രാഹുൽ ദ്രാവിഡിന്റെ കഴിവ് തന്നെയായിരുന്നു. ആ മേഖലയിൽ വിജയിച്ച ശേഷമാണ് സീനിയർ ടീമിലേക്ക് രാഹുൽ ദ്രാവിഡ് കടന്നു വരുന്നത്. എന്നാൽ ഇതിനെല്ലാം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകനായിരുന്ന രാഹുൽ ദ്രാവിഡിന് അത്ര നല്ല സമയമായിരുന്നില്ല ടീമിനൊപ്പം ഉണ്ടായിരുന്നത്. വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന 2007 ഏകദിന ലോകകപ്പ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നാണ്. അന്ന് ആ T20 വേൾഡ് കപ്പിന്റെ ആദ്യ റൗണ്ടിൽ പുറത്തായ ഇന്ത്യൻ ക്രിക്കറ്റിന് സമീപകാലത്തെ ഏറ്റവും വലിയ നാണക്കേടുകൾ ഒന്നായി തന്നെയാണ് കരുതപ്പെടുന്നത്. അവിടെ നിന്നെല്ലാം വലിയ പാഠം ഉൾക്കൊണ്ടാണ് 2011 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ചരിത്ര വിജയം കുറിക്കുന്നത്. എന്നാൽ അന്നത്തെ നായകന് ആ ചീത്തപ്പേര് ഒരിക്കലും മാറ്റാനും സാധിക്കില്ല. അതേ മണ്ണിൽ വെച്ച് നടന്ന T20 ലോകകപ്പ് ഫൈനലിലെ കിരീട നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് രാഹുൽ ദ്രാവിഡ് തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കോച്ചായി വന്നതിനു ശേഷം ചരിത്ര നേട്ടങ്ങൾ തന്നെ രാഹുൽ ദ്രാവിഡിന്റെ കീഴിലുണ്ടായി. 2022 T20 ലോകകപ്പിന്റെ സെമി ഫൈനൽ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിസ്റ്റുകൾ, ഏഷ്യ കപ്പിന്റെ ജേതാക്കൾ, ഏകദിന ലോകകപ്പിന്റെ റണ്ണേഴ്സും, ഇപ്പോഴിതാ T20 ലോകകപ്പിന്റെ ജേതാക്കൾ എന്നിങ്ങനെ ഈ 3 വർഷം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ശരിക്കും മാറി മറിഞ്ഞു എന്ന് പറയാം. എന്നാലും കിരീടം മാത്രമാണ് സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന് അന്യമായി നിന്നത്. എന്നാൽ ഇപ്പോൾ അതും സാധ്യമായിരിക്കുകയാണ്. 2021 മുതൽ 24 വരെയുള്ള കാലയളവിൽ മികച്ച യുവതാരങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് ഒഴുകിയെത്തി. സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങൾക്ക് വലിയ രീതിയിൽ അവസരം ലഭിച്ചതും ഇതേ കാലയളവിലാണ്. മാത്രമല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾ സംഭവിച്ചു. അർഷദീപിനെ പോലെയുള്ള ഒരു മാച്ച് വിന്നറെ വളർത്തിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. മാത്രമല്ല വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ എന്നീ സീനിയർ താരങ്ങളുടെ സേവനം ടീമിന് മികച്ച രീതിയിൽ ഗുണം ചെയ്യാൻ രാഹുൽ ദ്രാവിഡ് എന്ന കോച്ച് നല്ല രീതിയിൽ സഹായിച്ചിട്ടുമുണ്ട്. ഇത്തരം ഫാക്ടറുകളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ ഈ കപ്പിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നൽകേണ്ടത് രാഹുൽ ദ്രാവിഡിന് തന്നെയാണ്. അത്രയും മികച്ചൊരു ടീമിനെ ദ്രാവിഡ് സെറ്റ് ചെയ്തു എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നതാണ്. മാത്രമല്ല കിരീട നേട്ടത്തിന് ശേഷം താരങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുന്നതും ദ്രാവിഡിനൊപ്പമാണ്. ദ്രാവിഡാണ് ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടെ കണ്ടതും. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടെ പ്രകടിപ്പിക്കുന്ന രാഹുൽ ദ്രാവിഡിനെ കണ്ടു എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആരാധകരെ അമ്പരിപ്പിക്കുകയാണ്.